സുഹൃത്തുക്കളെ, ഈ മെയ് മാസത്തെ ഫലം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഈ രീതിയിലുള്ളൊരു ചാർട്ട്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത്, അല്ലെന്നൊരു ട്രാവല്, വെൽത്ത്, അതുപോലെ ലക്ക്, റിലേഷൻഷിപ്പ്, ഫൈനാൻസ്, സ്റ്റഡി. അപ്പൊ ഇത്രയും കാര്യങ്ങള് എങ്ങനെയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഹെൽത്തിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓരോ ആൾക്കാരുടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ നാളിന്റെ ആയിട്ട് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് 4 സ്റ്റാർ കാണും, ചിലർക്ക് 3 സ്റ്റാർ കാണും. അതുപോലെ കരിയർ, ഫൈനാൻസ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രഡിക്ഷൻ പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ചൊവ്വായെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും ചൊവ്വായെ അതുപോലെ കേതു, രാഹുക്കള് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും പല ആൾക്കാരുടെ ബർത്ത് ചാർട്ടില് ചൊവ്വ, കേതു ഇങ്ങനെയൊക്കെയുള്ള പ്ലാനറ്റുകൾ കണക്ട് ആയി നിന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ട്രാൻസിഷനിൽ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പോവുക, കേതു പോയിട്ട് കേതുവിന്റെ മേളിൽ കൂടെ കേതു കണക്ട് ആകുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷന് ആക്സിഡന്റ് പറ്റിയിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാരുണ്ടെന്ന രീതിയിൽ നമുക്ക് ബ്ലഡ് റെമഡി എന്നുള്ള റെമഡി ചെയ്യാം. അതല്ലെന്ന രീതിയിൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക. ഇതല്ലെന്ന രീതിയിൽ ആ ഒരു പീരീഡിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആയിട്ടുള്ളൊരു കാഠിന്യത്തിന് കുറവ് വരുമെന്നുള്ളത് മനസ്സിലാക്കുക. പല ആൾക്കാർക്കും കംപ്ലൈന്റ് ഉണ്ട് വീഡിയോ ലോങ് ആയി പോകുന്നെന്ന്. അപ്പൊ നമ്മൾ ഇത് വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെ കവർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത്, ശുക്രന്റെ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചൈൽഡ് ബർത്തുമായിട്ടുള്ള ഓരോ ആൾക്കാർക്ക് അബോർഷന്, അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ IVF, അഡോപ്ഷന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ പല സബ്ജക്റ്റും നമ്മുടെ പല വീഡിയോയ്ക്കകത്ത് ഒന്നി വാസ്തുവിന്റെ ആയിരിക്കും, ന്യൂമറോളജി ആയിരിക്കും, മൊബൈൽ ന്യൂമറോളജി ആയിരിക്കും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അല്ലെ ചില യോഗങ്ങളെ, ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഓരോ പല വീഡിയോയിലായിട്ട് കയറ്റിവിടുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും നമ്മൾ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 5 to 7 മിനിറ്റ് നിർത്തത്തക്ക രീതിയിലുള്ള ഇതാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ലഗ്നം വെച്ച് കറക്റ്റ് ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ 100% അക്യുറേറ്റ് ആകുള്ളൂ എന്ന് മനസ്സിലാക്കും. കുംഭൻ രാശിയുടെ നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രാധിപനം എന്ന ശനിയാണ്. ഇതിനകത്തെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിട്ടം, ചതയം, പൂരിട്ടാതി. അവിട്ടത്തിന്റെ അര, ചതയം, പൂരിട്ടാതിയുടെ 3/4 ഭാഗം, ഇങ്ങനെയാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അവിട്ടത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വയാണ്, ശനികർമ്മയാണ്. ചതയത്തെ കൺട്രോൾ ചെയ്യുന്ന രാഹുവാണ്, രാഹുകർമ്മയാണ്. പൂരിട്ടാതിയെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത്, സൂര്യകർമ്മയാണ്. അപ്പൊ നിങ്ങളുടെ കർമാകാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ വീടൊക്കെ മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വീട് പണിയാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, വീട് വാങ്ങിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പുനർനിർമ്മാണങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ വീടിന്റെ കല്ലിടിയിൽ കർമ്മങ്ങൾ നടത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, വണ്ടി വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ, അല്ലെ വണ്ടി മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ വണ്ടിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യം, അങ്ങനെ അനുകൂലമായിട്ടുള്ളതും, അതുപോലെ നമ്മുടെ കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൃഷിയിൽ നിന്നൊക്കെ നല്ല വരുമാനങ്ങൾ ഉണ്ടാകാൻ, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഉയർച്ച ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ ആരോഗ്യപരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ജോബുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ജോബ് കിട്ടാനോ, പുതിയ ജോബ് കിട്ടാനോ, അല്ലെങ്കിൽ ജോബിന്റെ ആയിട്ടുള്ള ട്രാൻസ്ഫർ വേണ്ടുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ട് വരാനുണ്ടായത്, അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകാൻ, അല്ല അവർ നല്ല ജോബ് സംബന്ധമായിട്ടുള്ള പ്രചോദനങ്ങൾ, അല്ല ഉത്ബോധനം ഉണ്ടാകാൻ, നല്ല പ്രശംസകളെ ഹയർ ഓഫീഷ്യൽസിന്റെ അടുത്തുനിന്ന് ഏറ്റുവാങ്ങാൻ, അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സിന് ഒരു ഉയർച്ച വരാൻ, അല്ലെങ്കിൽ പുതിയ എഗ്രിമെന്റ് കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെ ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നല്ലതാണ്. ഇത് മാത്രമല്ല, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ മെയ് 14 തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. അത് മാത്രമല്ല, ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടക്കാനെടുക്കാനൊക്കെ ഉള്ള വളരെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ, അതുപോലെ ഫുൾഫിൽമെന്റ് ഓഫ് ലൈഫ്, നമുക്ക് ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് പറയുന്ന വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾ നടക്കാനും, നല്ല ആത്മസാക്ഷാത്കാരം ഉണ്ടാകാനും, നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാനും ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. മാത്രമല്ല,
അതുപോലെ മെയ് 14 കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫോറിൻ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിസ എമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ IELTS അങ്ങനെ എന്തെങ്കിലും ഒരു ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ള എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് അതിനൊക്കെ ഒരു നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ IIT IIM അങ്ങനെയുള്ളിടത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ള ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് അത് അനുകൂലമായിട്ട് വരാൻ, അല്ലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ ചെയ്യാൻ, അതുപോലെ നല്ല ഉല്ലാസയാത്രകൾ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തീസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ഉള്ളത്, അങ്ങനെ വിദ്യാഭ്യാസമായിട്ട് ഉയർന്ന ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ, അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിം ഊഹക്കച്ചവടത്തിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ, ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, സഹോദരങ്ങളുമായിട്ട് നല്ല നർമ്മ സല്ലാപങ്ങൾ നടത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, എന്തെങ്കിലും പാർട്ടീഷനൊക്കെ പ്രോപ്പർട്ടി പാർട്ടീഷൻ നടത്താനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോബ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി വരാനും, അതുപോലെ ബാങ്കിങ്, ഫൈനാൻസ്, അല്ലെങ്കിൽ KSF ചിട്ടി അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ബന്ധപ്പെട്ടായിട്ടൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാനേ, അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ ലോണിന്റെ ആയിട്ടുള്ള തടസ്സങ്ങൾ മാറാനും, ലോൺ പാസ്സായി വരാനും, KSF ചിട്ടി അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം വരാനും, അല്ലെങ്കിൽ ചിട്ടി ഉറി വീഴാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമുള്ള പൈസയായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറി നല്ല സാഹചര്യങ്ങൾ വരാൻ, ജോബ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറാൻ, അല്ലെങ്കിൽ ജോബ് സംബന്ധമായിട്ട് ട്രാൻസ്ഫർ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് അത് ട്രാൻസ്ഫർ കിട്ടാനൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസിന്റെ അടുത്തുനിന്ന് നല്ല എന്തെങ്കിലും ഒരു നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന രീതിയിലുള്ള എൻകറേജ് ചെയ്യത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനും, പ്രൊമോഷന് അല്ലെങ്കിൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ ഒഫീഷ്യൽസ്, പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസിന്റെ അടുത്തുനിന്നൊക്കെ എന്തെങ്കിലും ബിസിനസ്സുകാർക്കൊക്കെ എന്തെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ളത് വിചാരിച്ചിരിക്കുന്ന, പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അനുകൂലമാകാനും ഒക്കെ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല സമയമാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്റ്റാർ ഉണ്ട്? 4 സ്റ്റാറാണ്. അപ്പം ആരോഗ്യപരമായിട്ട് എങ്ങനെ ഉണ്ട്? അല്ല ട്രാവൽ നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ, യാത്രയുമായിട്ട് ബന്ധപ്പെട്ട വെൽത്ത് സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ, ലക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 സ്റ്റാർ, റിലേഷൻഷിപ്പ് നല്ല റൊമാൻസ് കാര്യങ്ങൾ, പ്രണയബന്ധങ്ങൾ 4 സ്റ്റാർ, ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ, സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ. അപ്പൊ ഈ ഒരു സ്റ്റാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ കുറെ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിയുമെന്നുള്ളതുകൂടെ മനസ്സിലാക്കാം. നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വീക്കിലി ഉള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാനെടുക്കാനും, അത് കാണാനും എടുക്കാനും, ഫസ്റ്റ് ഇത് ഇറങ്ങുന്നുണ്ട് തന്നെ കാണാനും എടുക്കാനും, കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു രീതിയിൽ ഒരാൾ ഇന്നുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ പ്രഡിക്ഷൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുപോലെ ഇതിനകത്ത് യോഗയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ ക്ലാസ് അങ്ങനെ പഠിക്കുക, എടുക്കുക, താല്പര്യം ഓൺലൈനായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലെങ്കിൽ മോസ്ക്, ചർച്ച് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനത്തിന് സോഫ്റ്റ്വെയർ അതിൻ്റെ ഡെമോ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ബോഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വേണമെന്നില്ല. അല്ലെന്നൊരു നിങ്ങൾ ഏതൊരു പ്രൊഫഷണൽ കമ്പനിയാണെന്നൊരു നിങ്ങൾക്ക് ലോഗോ ക്രിയേഷന് സ്പെഷ്യൽ വേർഡിങ്സ് വേണമെന്നില്ല. അതുമല്ലെന്നൊരു നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ നെയിം അലൈൻമെൻറ്റ് ചെയ്തിട്ട്, നെയിം കറക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല എനർജി പാസ് ചെയ്യത്തക്ക രീതിയിലുള്ള ലോഗോയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി, അല്ല ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ വേദിക് അസ്ട്രോളജി, അല്ല ഇതുമല്ലെന്നൊരു AI റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാൻ, അല്ലെന്നൊരു ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് മാത്രമല്ല, നമുക്ക് നാഡി അസ്ട്രോളജി, അല്ലെങ്കിൽ ഈ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ന്യൂമറോളജി, ഈ പറയുന്ന നമ്മളെ കവർ ചെയ്യുന്ന സബ്ജക്ട്, അതുപോലെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള അസ്ട്രോ വാസ്തു ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടോയെന്ന രീതിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാട്സാപ്പ് നമ്പറിൽ. അല്ല ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ടോയെന്നില്ല, ലോഗോ ക്രിയേഷന്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് വാസ്തു, അല്ലെങ്കിൽ ഈ ന്യൂമറോളജി, അങ്ങനെ പല സബ്ജക്റ്റ് നമ്മുടെ കവർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീക്കിലും ഇതേമാതിരി പ്രഡിക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പം മലയാളത്തിൽ എങ്ങും ഇല്ലാത്ത രീതിയിൽ ഇതേമാതിരി ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതും സെക്കൻഡ് കൊണ്ട് ഇത്രയും ഒരു ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ആ ഒരു കയറി വരുന്നത് അങ്ങനെ പടാന്ന് കണ്ടുപോകാനും
അവരവരെ പറ്റി ഒന്ന് വിലയിരുത്താനും ഒരു സെക്കൻഡ് കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ്.